ജോലിക്ക് പോവാ മോട്ടർ ഹലോ ഗൈസ്, എന്നും ഏട്ടൻ ജോലിക്ക് പോകുന്ന സമയമാകുമ്പോൾ ഇതുപോലൊരു ഗാനമേള ഇവിടെ പതിവായിരിക്കും. അവന് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? അവൻ്റെ വിചാരം ഏട്ടൻ എവിടെയോ കറങ്ങാൻ പോവുക, അവനെയും കൊണ്ടുപോകണമെന്ന് എന്ന് പറഞ്ഞ് ദിവസേന ഇതുപോലെ ഏട്ടൻ ജോലിക്ക് പോകുന്ന സമയം ചുമ്മാ കിടന്ന് കരച്ചില്ല എന്ത് ചെയ്യാനാണ്? ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, അയ്യേ ഇവളെന്തര അമ്മയാ ഇത്രയും കൊച്ചു അല്ലമുറയിട്ട് കരഞ്ഞിട്ട് ഇവളെന്താ ഈ കൊച്ചിനെടുക്കാതെ ഫോണിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്? ഇതിലും കരഞ്ഞ് അല്ലറി വിളിച്ച് കരഞ്ഞ് മോഹാലസ്യം വന്ന് വീണ വേറൊരു കൊച്ചിൻ്റെ കയ്യിലുണ്ട് ഗൈസ്, കണ്ടോ? എന്താ ഒരു രാഗം, എന്താ ഒരു താളം, കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? അല്ലുവിൻ്റെ കരച്ചിൽ സഹിക്കാനാവാതെ ഏട്ടൻ വണ്ടി ഒതുക്കി അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴത്തേക്ക് അല്ലുവിൻ്റെ മനസ്സിൽ ലഡ്ഡുപൊട്ടി. ചച്ചി പിന്നെ കൊണ്ടുപോകും കറങ്ങാൻ കണ്ടു എന്നൊക്കെ വിചാരിച്ച് അവൻ സന്തോഷിച്ചിരുന്നു. അപ്പോഴത്തേക്ക് ഏട്ടനൊന്ന് ആശ്വസിപ്പിച്ച് വൈകിട്ട് പെട്ടെന്ന് വരാം, പാപ്പം കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂമ്മയുടെ കൈ കൊടുത്തിട്ട് ടാറ്റയും പറഞ്ഞു ഒറ്റ പോക്ക്. അപ്പോഴത്തേക്കും അല്ലുവിൻ്റെ അഭിനയം കരച്ചിൽ വീണ്ടും തുടങ്ങി. അതിന് ഞങ്ങളിതിനെ സ്ഥിരം കണ്ട് ഞങ്ങൾക്ക് ശീലമായതുകൊണ്ട് ഇതൊന്നും മൈൻഡ് ആവാതെ അവിടെ വരെ പോകുന്നത് നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ വലിയ മൈൻഡൊന്നും കൊടുത്തില്ല. ഇതാ നോക്ക്, നേരത്തെ അല്ലറി വിളിച്ച് കരഞ്ഞ് അച്ഛൻ്റെ കൂടെ പോകണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞ് ആ കുഞ്ഞാണോ ഇരിക്കുന്നത്? ഒരു മിഠായിക്ക് മുമ്പിൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളത്. ഇതൊക്കെ എനിക്കറിയാം, ഇത് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ചിരിയൊക്കെ നോക്കുക, എന്താ ഒരു അമ്പോറ്റി കുഞ്ഞില്ലേ, നല്ല മര്യാദ കുട്ടൻ. ഇതേപോലെ ഒരു കുഞ്ഞിനെ കണ്ടിട്ടേ ഉള്ളതൊക്കെ. അയ്യോ അടുത്ത ആൾ കണ്ടോ, സുന്ദരി പോളും എന്തോ ഒരു ചിരി. അയ്യോടാ, ഒരു വാശിയിട്ട രണ്ടുപേരും കണ്ടോ നല്ല കുട്ടപ്പന്മാരായിട്ട്, കുട്ടപ്പനും കുട്ടപ്പിയായിട്ട് തന്നെ മിഠായിയൊക്കെ തിന്ന് നല്ല മര്യാദ കുട്ടനും കുട്ടപ്പിയും കണ്ടോ. ഇതുപോലെ അമ്പോറ്റ് കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് ഇവിടുത്തെ അഭിനയമൊക്കെ എനിക്കറിയാമല്ലോ. ചുമ്മാ ഒന്ന് കരഞ്ഞു നോക്കുന്നതാണ്, കൊണ്ടുപോയിട്ടേ ഇല്ല. ആ ഒരു രീതി ചുമ്മാ കരയും. അത് കഴിഞ്ഞ് രണ്ടുപേരും നല്ല ഫുഡൊക്കെ കഴിച്ച് വെറുതെ ഇങ്ങനെ വെളിയിരുന്നപ്പോൾ മഴ പെയ്ത്. അങ്ങനെ മഴയും കണ്ടുകൊണ്ട് രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. മഴ പെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ ഉള്ള കളിപ്പാട്ടങ്ങളെല്ലാം മഴവെള്ളത്തിൽ വാരിയെടുത്തിടാലോ, അതിനിട്ട് ഭയങ്കര സന്തോഷം. ഇതിപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞ് ഇരുത്തിയേക്കുന്നതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങിയിരിക്കുന്നുണ്ട്, വെള്ളത്തിലൊന്നും ഇറങ്ങല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. എങ്കിലും ഇടയ്ക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയൊന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് കല്ലു. പിന്നെ ഞാൻ വടിയൊക്കെ കാണിച്ചിരിക്കുന്നുണ്ട്, ഇറങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മഴയൊക്കെ നോക്കി ഇങ്ങനെ കണ്ട് സന്തോഷിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഐഡിയ, നമ്മൾ പണ്ട് കുറേ വെള്ളമൊക്കെ ഉണ്ടാക്കി കളിച്ചില്ലേ, അതുകൊണ്ട് പിള്ളേർക്ക് വെള്ളം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാനൊരു പേപ്പറൊക്കെ കയറി വെള്ളം എടുത്തുണ്ടാക്കി അല്ലുവിൻ്റെ കയ്യിലിട്ട് കൊടുത്തു. അത് കിട്ടിയ പാതി കിട്ടേണ്ട പാതി ചുരുട്ട് കുട്ടിയെടുത്തു ഒറ്റ എയർ കണ്ടോ. ദേ കിടക്കുന്നതിൻ്റെ വെള്ളത്തിൽ മുങ്ങിത്താന്ന്. വേറൊരു വെള്ളം ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ പേപ്പർ കൊണ്ടുപോയി കല്ലു എടുത്തങ്ങ് ഇട്ട്. അത് അപ്പുറത്ത് കിടപ്പുണ്ട്. പിന്നെ എന്തോ രണ്ടും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് വേറെ എണ്ണം ഉണ്ടാക്കി തരുമോ അമ്മ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ ബൈ, സീ യു.